ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരു വൈറൽ ഫീവർ പിടിച്ചാൽ. പക്ഷേ ഒരു 2 ആഴ്ചത്തോളം എനിക്ക് ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതായിരുന്നു റീസൺ കേട്ടോ. കുറേ പേര് പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ഒന്നിനും റിപ്ലൈ തരാൻ പറ്റിയില്ല. ടീച്ചേഴ്സ് ഡേക്കും കുറേ പേരുടെ വിഷസൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ താങ്ക്സ് അലോട്ട്. ഒന്നിനും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് റീസൺ. പിന്നെ വേറൊരു കാര്യം കൂടെ, കുറച്ച് പേര് എൻ്റെ അടുത്ത് LDC 2024 ഫ്രീ ക്ലാസ്സുകൾ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സിൻ്റെയാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അട 24/7 ബാക്കിയുള്ള സബ്ജക്റ്റും കൂടെ എടുക്കാനുള്ളൊരു പ്ലാനിലാണ് ഞാൻ. കുറേ നാളുകളായിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് മാത്സിൻ്റെ SCRT, അതേപോലെ തന്നെ സയൻസ് SCRT, അങ്ങനെയുള്ള കുറച്ച് സബ്ജക്ട്സ്, എക്കണോമിക്സ്, അങ്ങനെയൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ 2 ചാനലുകളായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രീ ക്ലാസ്സുകളാണ് കേട്ടോ. നമ്മുടെ ചാനലിലും അതേപോലെ തന്നെ അട 24/7 മലയാളം ആ ചാനലിലും ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. പലരും വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, LDCക്ക് ഇംഗ്ലീഷ് എന്തായാലും മെയിൻസിനായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ പ്രിലിംസൊക്കെ പാസ്സായിട്ട് ഇംഗ്ലീഷ് പതുക്കെ പഠിച്ച് തുടങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ ആ സമയത്ത് ഇംഗ്ലീഷ് പഠിച്ചാൽ പോരെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എടുക്കണതാണ് നല്ലത്. തുടക്കം മുതലേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക, അതിൻ്റെ ബേസ് മുതൽ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും, നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഗ്രാജുവലി നിങ്ങൾ തന്നെ അറിയാണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും നിങ്ങളുടെ സ്പീഡും എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോൾ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ പ്രിലിംസ് പാസ്സായി നമുക്ക് കിട്ടുന്നൊരു ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രഷപ്പ് ചെയ്യാനോ കിട്ടുന്നൊരു ടൈം മാത്രമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഫുൾ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ മലയാളത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു മണ്ടത്തരം വേറെ ഇല്ല. അപ്പോൾ എല്ലാവരും തുടക്കത്തിലേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ തന്നെ സ്റ്റുഡൻസ് കഴിഞ്ഞ LDCക്ക് 20 റാങ്കിനകത്ത് വന്നിട്ടുള്ള നമ്മുടെ ഒരു 3-4 സ്റ്റുഡൻസുകളുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഒരിക്കലും ഇംഗ്ലീഷും മലയാളം ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾ ലാസ്റ്റിലേക്ക് വെക്കരുത്. സ്റ്റാർട്ടിങ് തന്നെ ഹോളിസ്റ്റിക്കായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുകയാണ്. അതേപോലെ തന്നെ ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ടൈം ടേബിളിനെ കുറിച്ചും LDC 2024 കുറിച്ചുള്ള കാര്യങ്ങൾ, ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. അതേപോലെ തന്നെ അട 24/7 മലയാളം ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.